Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wal aqibatu lil muttaqin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. Allahumma salli ala Muhammadin wa ala ali Muhammad كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നു മുതൽ യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ പ്രഭാത വെളിച്ചം എന്ന ഒരു പരിപാടി നാം ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു 6:30 നമ്മുടെ ജീവിതത്തിൽ ഏറെ വെളിച്ചം ലഭിക്കുന്ന രീതിയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും അത് പകർത്തുവാനുള്ള വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി ഇന്ന് ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഒരു പദ്ധതിയായി, ഒരു പ്രവർത്തനമായി അല്ലാഹു ഇതിനെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വ്യത്യസ്ത പരിപാടികൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് ഓരോ പ്രഭാതത്തിലും വലിയ വെളിച്ചമായി ഇത് സമർപ്പിക്കുമ്പോൾ വലിയ ഒരു ദീനി ദഅവത്താണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അള്ളാഹു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ഇത് ആത്മാർത്ഥമായി ശ്രദ്ധിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുകയും നാളെയുടെ ജീവിതത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടാക്കുകയും ചെയ്യണമേ റഹ്മാനെ. ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തന്ന മഹാന്മാരായ ഉസ്താദുമാർ, ഞങ്ങളെ ഈ നന്മയുടെ മാർഗത്തിലേക്ക് വഴി നടത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സ്നേഹജനങ്ങൾ, എല്ലാവർക്കും ഇതിൻ്റെ പ്രതിഫലം നൽകണമേ റഹ്മാനെ. മഹാന്മാരായ ദീനി ഉലൂമിൻ്റെ വഴിയിൽ കടന്നുപോയ സലഫുസാലിഹീങ്ങളായ മുൻഗാമികൾ, അപ്രകാരം തന്നെ നല്ല മനുഷ്യന്മാരായി ലോകത്ത് കടന്നുപോയ മുഴുവൻ മഹദി മഹാന്മാരുടെയും മദദിനെ ഞങ്ങൾക്ക് നൽകുകയും അവരുടെ തിരുനോട്ടം ഇതിലേക്ക് നൽകുകയും ചെയ്യണമേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, റിയാദുസ് സ്വാലിഹീൻ എന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ് നാം ഈ പ്രഭാത വെളിച്ചത്തിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് പണ്ഡിത ലോകത്ത് ഏറെ ശ്രദ്ധേയനും പ്രശസ്തനും അനുഗ്രഹീതനുമാണല്ലോ. മഹാനവറുകളുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കുന്നത്. ഇമാം നവവി തങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് ചെറുതായി നമുക്കൊന്ന് പരിചയപ്പെടാം. മഹാനായ ഇമാം നവവി തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പേര് യഹ്യ എന്നാണ്. അവിടുത്തെ പിതാവിൻ്റെ പേര് ഷറഫ് എന്നാണ്. യഹ്യ ബിനു ഷറഫ് എന്നാണ് മഹാനവറുകൾ പ്രിയപ്പെട്ടവരെ നാം അവിടുത്തെ നാമം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അബൂ സക്കരിയ എന്നും അദ്ദേഹത്തിന് കുഞ്ഞത്തലമുണ്ട്. മുഹിയുദ്ദീൻ എന്നും അദ്ദേഹത്തിന് വെളിപ്പേരുണ്ട്. അതുപോലെ തന്നെ ഓമന പേരുകളുമൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഹിജ്റ 631 ഡമസ്കസിലെ നവാ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവറുകൾ ജനിക്കുന്നത്. ആ നവായിലേക്ക് ചേർത്തുകൊണ്ടാണ് നവവി എന്ന പേരിൽ പ്രസിദ്ധനായത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ സത്യസന്ധനും വളരെ നന്മ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമയുമായിരുന്നു. വിജ്ഞാന സമ്പാദനത്തിനുള്ള അതിയായ ആഗ്രഹം ചെറുപ്പത്തിലെ പിതാവ് തിരിച്ചറിയുകയും ആ ഒരു വഴിയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് മഹാനവറുകൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം. മഹാനായ ഷെയ്ഖ് യാസീൻ മറാഖിഷി റഹിമഹുല്ല പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് നവാ എന്നുള്ള ഗ്രാമത്തിൽ
കാണാൻ സാധിച്ചൊരു 10 വയസ്സുള്ള സന്ദർഭത്തിൽ. കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ മാറി നിന്ന് ഒറ്റക്കിരുന്ന് കരയുകയും ആ ചെറുപ്പത്തിലെ ചാബല്യങ്ങളിലൊന്നും പെടാതെ മഹാനവറുകൾ ഏറ്റവും പരിശുദ്ധമായ ജീവിതം നയിക്കുന്നത് കാണാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ നവ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ നിന്നാൽ കൂടുതൽ പഠിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മഹാനവറുകളെ ഹിജറ 649 ഏകദേശം 19 വയസ്സാകുമ്പോൾ പിതാവ് ഡമസ്കസിലേക്ക് കൊണ്ടുപോകുക. അന്ന് ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ വലിയ ഒരു കേന്ദ്രമായിരുന്നു ഡമസ്കസ്. ഒരുപാട് ഇസ്ലാമിക പഠനത്തിനുള്ള കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മഹാനായ ഇമാം നബവി തങ്ങൾ തൻ്റെ പിതാവിൽ നിന്നാണ് പ്രാഥമിക വിജ്ഞാനം നേടുന്നതും പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവും മറ്റുമൊക്കെ പ്രാഥമികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടുത്തെ സ്വഭാവം നമുക്കേറെ മാതൃകയാണ്. സൽസ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. പഠനത്തിൽ ഒരു മടിയും അവിടുത്തെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഇൽമിലും ഇബാദത്തിലുമായി ജീവിതം ക്രമീകരിച്ചവരായിരുന്നു മഹാനായ ഇമാം നബവി തങ്ങൾ. വലിയ തഖ്വയായിരുന്നു. പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും രാത്രി നിസ്കാരങ്ങളിൽ മുഴുകുകയും ചെയ്യുന്ന സ്വഭാവത്തിലായിരുന്നു. ഏറ്റവും മുന്തിയ ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു. ഏറ്റവും മുന്തിയ വസ്ത്രം ധരിക്കുന്നതും ഇഷ്ടമില്ലായിരുന്നു. ഭക്ഷണത്തിൻ്റെ അമിത ഉപയോഗമുണ്ടാകുമ്പോൾ അത് ബുദ്ധിയെ മരവിപ്പിക്കും, ശരീരത്തെ ക്ഷീണിപ്പിക്കും, ഇൽമിനും ഇബാദത്തിനും കോട്ടം തട്ടുമെന്നുള്ള തിരിച്ചറിവാണ് മഹാനവറുകളെ ആ ചെറുപ്പകാലം തൊട്ടേ ഇങ്ങനെയുള്ള ഒരു ക്രമീകരണത്തിന് പ്രചോദനം നൽകിയത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്രകാരം തന്നെ മഹാനവറുകൾക്ക് മുഹയ്യദ്ദീൻ എന്ന പേര്, പരിശുദ്ധ ദീനിനെ ഹയാത്താക്കിയതുകൊണ്ട് അങ്ങനെ ആളുകൾക്കിടയിൽ പ്രസിദ്ധമായ ഒരു പേര് കൂടി ലഭിക്കുകയാണ്. 3 മർത്തബകൾ മഹാനവറുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഇൽമ് നേടുന്നതിനും ആ ഇൽമ് നേടിയ ഇൽമനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നതിലും വലിയ നിർബന്ധ ബുദ്ധിയായിരുന്നു മഹാനായ ഇമാം നബവി തങ്ങൾക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സുഹദിലായി, കഠിന പരിത്യാഗത്തിലായി ജീവിതം ക്രമീകരിച്ചു. ആ ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ മഹാനവറുകൾ പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നന്മ ഉപദേശിക്കുവാനും തിന്മ വിരോധിക്കുവാനും തൻ്റെ ജീവിതം മാറ്റിവെച്ചു എന്നുള്ളതാണ് 3ാമത്തെ മഹാനവറുകളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ക്രമം. അതിനുവേണ്ടി ബൃഹത്തായ ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമർപ്പിക്കുകയുണ്ടായി. അതിൽപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രബലമായ ഹദീസുകൾ, ആ ഹദീസുകൾ ഓരോ അധ്യായങ്ങളായി പഠിതാക്കൾക്ക് ഏറ്റവും ലളിതമായി മനസ്സിലാക്കുവാൻ വളരെ മനോഹരമായി റിയാദുസ് സ്വാലിഹീൻ എന്ന ഗ്രന്ഥം ഒരു അധ്യായം ഒരു ഹെഡിങ് കൊടുക്കുന്നു. ആത്മാർത്ഥതയെക്കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ആ ആത്മാർത്ഥതയെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ ഏതാനും ചില ആയത്തുകൾ, പിന്നെ ഹദീസുകൾ, നല്ല സംഭവങ്ങൾ, അങ്ങനെയൊക്കെ ക്രമീകരിച്ചു കൊണ്ടുള്ള മനോഹരമായ ഒരു ഗ്രന്ഥമാണ് റിയാദുസ് സ്വാലിഹീൻ. മഹാനവറുകൾ ഹിജ്റ വർഷം 676 റജബ് മാസത്തിലെ 24ാമത്തെ ദിവസം ഒരു ബുധനാഴ്ച ലോകത്തോട് വിട പറഞ്ഞു. 45 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് റിയാദുസ് സ്വാലിഹീൻ. ഇൻഷാ അല്ലാഹ് അതിലെ ഓരോ ഹദീസുകൾ, ഓരോ അധ്യായങ്ങൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്. ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും പരമാവധി ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ അറിവിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരായി മാറി നാളെ മുത്തുനബിയോടൊത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഇത് കാരണമാകട്ടെ. റിയാദുസ് സ്വാലിഹീനിലെ പ്രഥമ അധ്യായം നമുക്ക് പഠിച്ചു തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൽ ഇഖ്ലാസി വ ഇഖ്ലാലിൻ നിയ്യതി ഫി ജമീഇൽ അഅ്മാലി വൽ അഖ്വാലി വൽ അഹ്വാലിൽ ബാരിസതി വൽ ഖഫിയ്യ. ആത്മാർത്ഥതയെക്കുറിച്ചാണ് മഹാനവറുകൾ ഫസ്റ്റിലെ അധ്യായം തന്നെ ക്രമീകരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും അത് നമ്മുടെ വാക്കുകളിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളിലാണെങ്കിലും നീയത്ത്, ആ ഒരു നീയത്തിൻ്റെ ഏറ്റവും വലിയ ആത്മാർത്ഥത, അതിനെക്കുറിച്ച് അത് പ്രകടമായ അമലുകളാണെങ്കിലും അത് പ്രകടമല്ലാത്ത അമലുകളാണെങ്കിലും നാം രഹസ്യമായി ചെയ്യുന്നതാണെങ്കിലും പരസ്യമായി ചെയ്യുന്നതാണെങ്കിലും ഏതാണെങ്കിലും അതിൽ നീയത്ത്, ആത്മാർത്ഥത വളരെ അനിവാര്യമാണ് എന്നുള്ള ആ ഒരു വിഷയമാണ് ആദ്യം ഈ ഗ്രന്ഥത്തിൽ അധ്യായമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യമായി ഒരായത്താണ് മഹാനവറുകൾ ഇവിടെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഖാല അല്ലാഹു തആല, സൂറത്തുൽ ബയ്യിനയിലെ 5ാമത്തെ ആയത്ത്,
വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത് വദാലിക ദീനുൽ ഖയ്യിമ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, വമാ ഉമിറൂ, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, അല്ലാഹുവിലേക്ക് പരിശുദ്ധ ദീനിനെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായ രീതിയിൽ ഇബാദത്ത് ചെയ്യുന്ന ഏറ്റവും നല്ല മാർഗം, ഋജുമാനസനായി എല്ലാ അധർമ്മത്തിൽ നിന്നും നല്ല മാർഗത്തിലേക്ക് ഒരുങ്ങിയവനായിട്ട് അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക, മറ്റു ചിന്തകളില്ലാതെ. വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത്, നിസ്കാരം നിലനിർത്തുവാനും സകാത്തിനെ കൊടുത്തു വീട്ടുവാനുമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ചൊവ്വായ മാർഗം, അതാണ് ശരിയായ ദീൻ എന്ന് പഠിപ്പിക്കുകയാണ്. ഇനി രണ്ടാമതൊരായത്ത് സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ ആയത്ത് കൂടി പഠിപ്പിക്കുന്നുണ്ട്. ലൻ യനാലല്ലാഹ ലഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹുത് തഖ്വാ മിൻകും. ആ ബലിമൃഗത്തിൻ്റെ മാംസങ്ങളോ അതല്ലെങ്കിൽ അതിൻ്റെ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, അള്ളാഹുവിലേക്ക് എത്തുകയില്ല. എങ്കിലും അള്ളാഹുവിലേക്ക് നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് എത്തുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞു. നല്ല നിയ്യത്തോടു കൂടി കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ഈ ബലിമൃഗത്തിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കുന്നത് എന്ന് പഠിപ്പിച്ചു. ഇനി മൂന്നാമതൊരായത്ത് കൂടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, സൂറത്ത് ആലു ഇമ്രാനിൻ്റെ 29-ാമത്തെ ആയത്ത്. ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരികും ഔ തുബ്ദൂഹു യഅലമുല്ലാഹ്. നബിയെ അങ്ങ് പഠിപ്പിക്കണം, അങ്ങ് പറയണം, നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ മറച്ചു വെക്കുകയാണെങ്കിലും അതിനെ വെളിവാക്കുകയാണെങ്കിലും അതൊക്കെ അള്ളാഹു അറിയുമെന്നാണ്. അപ്പം അതുകൊണ്ട് ഹൃദയാന്തരാളങ്ങളിൽ നിന്നുണ്ടാകുന്ന നല്ല നീയത്ത്, അതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നോക്കുന്നത് എന്നാണ് ഈ പരിശുദ്ധമായ ഖുർആനിക വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഒന്നാമത്തെ ഹദീസ് നമുക്കിന്ന് ആദ്യ ദിവസത്തിൽ തന്നെ പഠിക്കാം. വൻ അമീരുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. മഹാനവറുകൾ പറയുന്നു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. വളരെ ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഈ റിയാദുസ് സാലിഹീൻ എന്നുള്ള ഈ ഹദീസ് ഗ്രന്ഥം പഠിക്കുമ്പോൾ ആദ്യത്തെ ഹദീസ് നമ്മൾ പഠിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരം അള്ളാഹു ഇതിലൂടെ ഉണ്ടാക്കി തരട്ടെ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും എല്ലാ അമലുകളും അതിൻ്റെ നീയത്ത് അടിസ്ഥാനമാക്കിയാണ് അതിന് സ്വീകാര്യത ലഭിക്കുന്നത്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നീയത്ത് എന്താണോ അതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഏതൊരു മനുഷ്യനും അവൻ എന്താണോ കരുതുന്നത് അതാണ് അവനുള്ളത്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി. അപ്പോൾ ആരെങ്കിലും അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ് ഹിജ്റ നടത്തുന്നതെങ്കിൽ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമുള്ള ഹിജ്റ തന്നെയാണ്. ഇതൊന്നുകൂടി വ്യക്തമാക്കണം. വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ, ആരെങ്കിലും ദുനിയാവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഹിജ്റ പോകുന്നതെങ്കിൽ ആ ദുനിയാവിനെത്തിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ വേളയിൽ കച്ചവട പാർട്ട്ണർമാർ മദീനയിലേക്ക് പോകുന്നത് കൊണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് കച്ചവടം വിജയിക്കാൻ അവരെ കൂടെ പോകുക എന്നുള്ള നീയത്തിൽ പോയവർ, അവർക്ക് കച്ചവടം വിജയിപ്പിക്കാൻ ഹിജ്റയുടെ കൂലി കിട്ടണമെന്നില്ല, നീയത്താണ് പ്രധാനം. അതുപോലെ തന്നെ അവിമ്രഅതി യൻകിഹുഹാ, ഏതെങ്കിലും പെണ്ണിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഹിജ്റ പോയതെങ്കിൽ ആ പെണ്ണിനെ നിക്കാഹ് ചെയ്യാൻ കഴിയുമെന്നല്ലാതെ ഹിജ്റയുടെ പ്രതിഫലം കിട്ടില്ല. കാരണം അവിടെ നീയത്ത് എന്താണ്? ആ പെണ്ണിനെയാണ്. ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അപ്പോൾ അവൻ്റെ ഹിജ്റ എന്തൊന്നിലേക്കാണോ അതായിരിക്കും അവനക്കുള്ള പ്രതിഫലവും അവൻ്റെ ഹിജ്റയും അങ്ങനെയായിരിക്കും. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഏതൊരു പ്രവർത്തനവും നല്ല നീയത്തിലായിരിക്കണം. ലില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രതിഫലം, അള്ളാഹുവിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്.
എങ്കിൽ നമ്മുടെ അമലുകൾക്കൊക്കെ വലിയ പ്രതിഫലമായിരിക്കും. മുത്തഫഖുൻ അലാ സിഹത്തിഹി. ഇത് ഏകാഭിപ്രായത്തോടു കൂടി രേഖപ്പെടുത്തിയ വളരെ പ്രബലമായ ഹദീസാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളാൻ പ്രഭാതത്തിൽ നേടുന്ന ഈ ഹദീസ് വെളിച്ചത്തിൽ